ഇത് ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. ഒരു അടിപൊളി മണം തന്നെ വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. കറി. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ തൊട്ട് ഞങ്ങൾ നല്ല റെസിപ്പിയൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുമ്പോഴാണ് മഴ തുടങ്ങിയത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോർക്ക് ഫ്രൈഡ് നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം ഞങ്ങളെ അറിയിച്ചു. അപ്പം ഇന്ന് ഞങ്ങൾ പോർക്ക് പെരളനാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഞങ്ങൾക്ക് മിക്കപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങൾ 1 കിലോ പോർക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് നല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വേണം. കുറച്ച് സവോള, ചെറിയുള്ളി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി, പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഞങ്ങൾ ചതച്ച് ക്രഷായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് പോർക്ക് ഉണ്ടാക്കാനായിട്ടൊരു ചട്ടിയുണ്ട്. ആ ചട്ടിയിലാണ് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ചട്ടിയിൽ അതൊക്കെ ഇട്ട് നന്നായിട്ട് പെരളനാക്കി എടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ചട്ടിയിലുണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയില്ലെങ്കിൽ കുക്കറിലാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ ചട്ടിയിലുണ്ടാക്കുന്നതാണ്. അതിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചട്ടിയിലുണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ട്. 1 കിലോ പോർക്കാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 15 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്താണ്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 7 പച്ചമുളകാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ചതച്ചെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നമ്മൾ ആ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് ചെറിയുള്ളി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10-15 അല്ലി ചെറിയുള്ളിയാണുള്ളത്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അക്കൂടത്തിൽ തന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയൊന്ന് സോഫ്റ്റ് ആയാൽ മതി. നമുക്ക് അതിന് വേണ്ടി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പോർക്ക് തന്നെ കുറച്ച് നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടെ നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നതോടെ വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പോർക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ഞങ്ങൾ 2 വിസിലടിച്ച് ഈ പോർക്ക് വേവിച്ചെടുത്തതാണ്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മി വെച്ച ശേഷം ഞങ്ങൾ കുക്കറിൽ വേവിച്ചെടുത്താണ്. നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയാട്ടോ ഈ പോർക്കിൻ്റെ ടേസ്റ്റ്. മസാലയൊക്കെ ഈ പോർക്കിലോട്ട് പിടിച്ചു വരുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ്. നല്ല കുറുക്കി എടുക്കണം നമ്മൾ. നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കണം അല്ലേ. ഇനി നമുക്കിതിലേക്ക് 2 കൊടംപുളി ചേർത്ത് കൊടുക്കണം. 2 ചെറിയ കഷ്ണം കൊടംപുളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊടംപുളി ഇട്ട് കഴിഞ്ഞാൽ ഈ പന്നിയിറച്ചിക്ക് ചില സമയത്ത് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ സ്മെല്ലൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൊടംപുളി ചേർത്ത് കൊടുക്കുന്നത്. പോർക്ക് വെന്ത് കഴിഞ്ഞ് നമ്മൾ ആ പുളി എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ആ പുളിയുടെ പുളിരസം ഒന്നും ആ പോർക്കിലൊന്നും പിടിക്കില്ല. വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുടംപുളി എന്തിനാണ് ഇടുന്നതെന്ന് ഞങ്ങളിങ്ങനെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയാണ് ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ പോർക്കിറച്ചിയിലെ ആ സ്മെല്ലൊക്കെ മാറി നല്ല ടേസ്റ്റി ആയി കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചേർത്തു. ഞങ്ങളുടെ ഫ്രണ്ട്സ്, കോട്ടയത്തുള്ളൊരു ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മുരിങ്ങയുടെ തോലോ അതുപോലെ കപ്ലങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നമുക്ക് പോർക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഫ്രണ്ട്സൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ആ രീതിയിൽ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇതുപോലെ കുടംപുളി ഇട്ടാണ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങളത് വെന്ത് കഴിയുമ്പോൾ ആ കുടംപുളി അങ്ങ് എടുത്ത് മാറ്റി വെക്കും. അപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പോർക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തുറന്നു നോക്കാം അല്ലേ. ആഹാ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കട്ടെ.
കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. കുക്കറിൽ വെച്ച് വേവിച്ചുകൊണ്ടാണ് 10 മിനിറ്റ് കൊണ്ട് ഇത് വേഗം റെഡി ആയത്. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം. ഇപ്പം ഞങ്ങൾ ചട്ടിയിലിട്ട് വേവിച്ചാൽ അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചട്ടിയിലാക്കിയത്. ഇപ്പം നിങ്ങൾക്ക് എളുപ്പത്തിനാണെങ്കിൽ എല്ലാം സവോള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കുക്കറിലിട്ട് വേവിച്ചിട്ട് നമ്മൾ ഈ പോർക്കും കൂടി ഇട്ട് കൊടുത്ത് ഒന്നിച്ച് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഒരു 5 വിസിലടിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുത്ത് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ശേഷം നമുക്കത് സെർവ് ബൗളിലേക്ക് മാറ്റാം. ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ? നമ്മുടെ കറി എങ്ങനെ ആയെന്ന് നോക്കണ്ടേ? നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കാം. കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുറുകിയിരിക്കണം അല്ലേ? ഇതുപോലെ കുറുകിയിരിക്കണം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട്. കിടിലനായിട്ടുണ്ട് അല്ലേ? എന്നും ഞങ്ങളെ ടേസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പാലായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നോക്കട്ടെ, അവർ പാലക്കാരാണ്. കപ്പയും പോർക്കും കള്ളപ്പത്തിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പാലക്കാരെന്ന് ഫ്രണ്ട് പറയട്ടെ അല്ലേ? ഞങ്ങളുടെ ഫ്രണ്ടാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ ക്ലിൻഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അല്ലേ? കൊടുക്ക്, സ്പൂൺ കൊടുക്ക്, കഴിച്ച് നോക്കിയാൽ ക്ലിൻഡി. ഇത് ടേസ്റ്റ് ചെയ്യാനൊന്നും ഇല്ല, ഒരു അടിപൊളി മണം തന്നെ വരുന്നുണ്ട്, ഒരു രക്ഷയില്ല. കഴിച്ചു നോക്കിയാൽ അരപ്പൊക്കെ എടുത്ത് കഴിച്ചു നോക്കിയാൽ കിട്ടില്ല കറി. ഞാനെന്നാലും ഇത്രയും വിചാരിച്ചില്ല. എന്താണ് പാലച്ചന്മാരല്ലേ? കിട്ടിലായിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുകയാണ്. ഞാൻ എന്താണെങ്കിലും ഒന്നും കൂടെ കഴിച്ചു ഒരു അരപ്പൊക്കെ കൂട്ടി. ഈ സമയത്ത് നല്ല കപ്പയോ അല്ലെങ്കിൽ നല്ല പാലപ്പോ ഒക്കെ ആണായിരുന്നു, അത് വെച്ച് ഒരു പിടി അങ്ങ് പിടിക്കായിരുന്നു. കൊടംപുള്ളിയുടെ രുചിയുണ്ടോ? ഞങ്ങൾ അങ്ങനെ കൊടംപുളി ഇട്ട് അങ്ങനെ വെക്കാറില്ല, എങ്കിലും കൊടംപുളി ഇട്ട് വെച്ച് കിടിലായിട്ടുണ്ട്, കൊള്ളാം. ക്ലിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അപ്പം നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.